എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ ഓണർ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. ആ സമയത്ത് വഴിക്ക് വെച്ച് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് അവര് ഒരു ടാക്സി ബുക്ക് ചെയ്യണം. അപ്പം വണ്ടിയുമായിട്ട് ചെന്നതോ സച്ചിയായിരുന്നു. അങ്ങനെ സച്ചി എന്നിട്ട് ചോദിച്ചു, എന്താ മാം എന്താ പറ്റിയെന്ന് ചോദിക്കാം. എന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയെന്ന് പറയാണ്. അല്ല, തങ്ങൾക്ക് വണ്ടിയൊക്കെ നോക്കാൻ അറിയാന്ന് ചോദിക്കും. ഇല്ല മാം, കാരണം നമ്മുടെ സ്വന്തം വണ്ടിയാണ്, കുഴപ്പമില്ല. അന്യന്റെ വണ്ടിയെ കൈവെക്കുന്നത് ശരിയല്ല എന്ന് പറയണം. അതൊരു മെക്കാനിക്കിനെ വിളിക്കുന്ന നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയണം. അല്ല, മാമനെ എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദിക്കുക. എനിക്ക് ആ കോളേജിന്റെ അടുത്തുള്ള ആ ഒരു ബ്യൂട്ടി പാർലറില്ലേ, അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയണം. ശരി, കയറിക്കോളാം പറയണം. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേന് സച്ചി ഓർത്തു, അവിടെ തന്നെയല്ലേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ, ഇനിയിപ്പോ അങ്ങോട്ടേക്കാണോ? വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് സച്ചി പിന്നെ ഒന്നും മിണ്ടാനും പോയില്ല. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരെന്ത് ചെയ്യുവാണ്, പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പണത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, അതെങ്കിലും വണ്ടിക്കൂലിയുടെ കാര്യം ഒന്നും പറയാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സച്ചിക്ക് ആപ്പാടെ കൺഫ്യൂഷൻ. ഇതെന്താ ഇവർ ഇങ്ങനെ പോയെന്നോർത്ത്. മൊത്തം 320 രൂപയായി, അവരൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. ഈ സമയം അവര് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് കയറി വരുവാണ്. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അല്ല, എന്താ മാം, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കണക്കുകൾ എന്തെങ്കിലും നോക്കാനുണ്ടോന്ന് നിൽക്കും. കണക്കുകളൊന്നും നോക്കാല്ല, ഇവിടുത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും എനിക്കറിയാന്ന് പറയാം. എനിക്ക് പിരിവൊന്ന് ത്രെഡ് ചെയ്യാനുണ്ട്, പിന്നെ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് പറയാണ്. ആണോ, എന്നാ ഇപ്പോഴാണെങ്കിൽ തിരക്കില്ലാത്ത സമയമാന്ന് പറയണം. വേറെ സ്റ്റാഫുകളുണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോന്ന് തുടങ്ങിയപ്പോഴത്തേന് സച്ചി അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ചോദിച്ചു, എന്ത് പരിപാടിയാണ് മാഡം കാണിച്ചെന്ന് ചോദിക്കുകയാണ്. എന്താ, അല്ല വണ്ടിക്കൂലി തരാതെ പോയെന്നു. ഓശോ, ഞാൻ മറന്നുപോയി. ഞാൻ കരുതിയത് എന്റെ സ്വന്തം വണ്ടിയാന്നോർത്ത് ആ ഒരു ചിന്തയിൽ ഇങ്ങോട്ട് ഇറങ്ങി പോരുക ചെയ്തതെന്ന് പറയാണ്. മാഡത്തിന്റെ വണ്ടി ഞാൻ അവിടെ കിടക്കുമല്ലേന്ന് ചോദിക്കും. പിന്നീട് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൗണ്ടറിൽ, അവരോട് പറഞ്ഞു അവരുടെ പൈസ എത്രയെന്ന് കൊടുത്തേക്കാൻ പറയാണ്. എന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം സച്ചി അമ്പരം നോക്കുവാണ്. ഇതെന്ത് മറിമായം, ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്, പിന്നെ ഇവരെങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയണേ. പിന്നീട് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചു, അല്ല ഇതാരാന്ന് ചോദിക്കുകയാണ്. ഇത് ബ്യൂട്ടി പാർലറിന്റെ ഓണറാന്ന് പറയണം. ഓണറോ? അതെങ്ങനെ ശരിയാവും? അപ്പം ഒരു ശ്രുതി ഇല്ലേന്ന് ചോദിക്കുകയാണ്. ശ്രുതിയോ? അവരിവിടുത്തെ ഒരു സ്റ്റാഫാന്ന് പറയണം. അല്ല, അപ്പൊ അവരുടെ അല്ലായിരുന്നു ഈ ബ്യൂട്ടി പാർലർ നേരത്തെ? അത് മുമ്പ് അതായിരുന്നു, പക്ഷേങ്കില് ഇത് ഇവർക്ക് വിറ്റെന്ന് പറയണം. അത് കേട്ടതും സച്ചിയിലൊരു ഞെട്ടലുണ്ടായി. പിന്നീട് സച്ചിയോട് ചോദിച്ചു, എത്ര രൂപയാന്ന് ചോദിച്ചു. 320 രൂപയാന്ന് പറയണം. സച്ചിക്ക് പണം എടുത്തു കൊടുത്തു. അപ്പോഴാണ് സച്ചി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് അവിടെ ഗ്രീൻലാൻഡ് അങ്ങനെയൊക്കെ പേര് മാറ്റിയിരിക്കുന്നു. ഇത് കൊള്ളാലോ. സച്ചി പെട്ടെന്ന് അവിടെ നിന്നിട്ട് തെളിവിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഓഹോ, അപ്പം കെട്ടിയോനും കെട്ടിയോളും ഇങ്ങനെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ചതി തന്നെയാണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളത്തിൽ ഇത് കയ്യോടെ വീട്ടിൽ പറയണം, അച്ഛനെ എല്ലാരെയും അറിയിക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്നിട്ടാണ് വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് നടന്നേ എന്നൊരു ചിന്തയൊക്കെ സച്ചിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് സച്ചി അത് ചൂടാറാതെ തന്നെ നേരത്തെ തന്നെ പറയാനായിട്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താണ് സച്ചി നീ ഓടി വരുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അച്ഛ, ഒരു കാര്യം പറയാനുണ്ട്. അമ്മ എന്തേന്ന് ചോദിക്കുകയാണ്. അമ്മ അപ്പറയുണ്ട്. എന്നാ അച്ഛനോട് ആദ്യം പറയാം. അച്ഛനും കൂടെ അടുത്ത് വരാൻ പറയാണ്. എടാ, നീ എന്താ അടുത്ത് വരാൻ പറയണേ? നീ ഇവിടെ നിന്ന് പറഞ്ഞു. അച്ഛൻ ഇത് രഹസ്യമാന്ന് പറയാണ്. അച്ഛനല്ലേ പറഞ്ഞേ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എല്ലാരും വിളിച്ചു കൂട്ടി പറയരുത്, അച്ഛനോട് ആദ്യം വന്ന് പറയണം. അത് പറയേണ്ട കാര്യമാണെങ്കിൽ അച്ഛൻ പിന്നീട് വെളിപ്പെടുത്തിക്കോളാന്ന്. അത് ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാന്ന് പറയാ. അച്ഛൻ ഇച്ചിരി അടുത്തു വാ. എന്താടാ, എന്റെ ചെവി തിന്നാനാണെന്ന് ചോദിക്കും. അതല്ലച്ചാ, രഹസ്യമായതുകൊണ്ട് ആരും കേൾക്കാൻ പാടില്ലെന്ന് പറയും. നീ എന്താന്ന് വെച്ചാൽ പറ. പിന്നീട് രവീന്ദ്രന്റെ ചെവിയിലെ പതുക്കെ ആ കാര്യങ്ങളൊക്കെ പറയണം. താനെ ബ്യൂട്ടി പാർലറിലേക്ക് പോയതും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ഇത് കേട്ടതിന് രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറയാം. അല്ലച്ചാ, ഇത് തെളിവുണ്ടെന്ന് പറഞ്ഞ് ഫോണിനകത്ത് ആ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രനൊന്നും മനസ്സിലായില്ല. അപ്പൊ അവളുടെ സ്വന്തം ബ്യൂട്ടി പാർലറാന്ന് പറഞ്ഞിട്ടോ? അതൊക്കെ മുമ്പായിരുന്നു അച്ഛാ. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, നമ്മളോടെല്ലാം മറച്ചു വെച്ചോണ്ടാ ഇത്രയും കാലം മുന്നോട്ട് പോയെന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്നാലും അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതൊന്നും അറിയില്ല അച്ഛാന്ന് പറയാണ്. എന്തേലും ഉദ്ദേശം കാണുമായിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി ചെന്നു. എന്റെ മോളെ ആകെപ്പാട് ക്ഷീണിച്ചു പോയെന്ന് തോന്നില്ലെന്ന് പറയാം. അതേമ്മേ, ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു പറയണേ. അതുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. എന്റെ മോളെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? നിനക്ക് അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെ കൊണ്ട് ചെയ്യിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ്. നിനക്ക് അവിടെ വിശ്രമിച്ചാൽ പോരെ? ഇനിയിപ്പോ അത് ബുദ്ധിമുട്ടാണ്ട് കാര്യം ചെയ്യുക. നാളെ മുതൽ കൗണ്ടറിൽ ഇരിക്കാൻ ഞാനും കൂടെ വരാന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രുതി ഒന്ന് ഞെട്ടി. വേണ്ടമ്മേ വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതിനിപ്പം ബ്യൂട്ടി പാർലർ വേറുള്ളവരുടെ അല്ലേ,
പറയാണ്. ഇത് കേട്ടപ്പം പെട്ടെന്ന് രവീന്ദ്രൻ ആ കയ്യിലൊക്കെ പിടിച്ച് ഞെക്കുവാണ്. എന്താണ് നീ പറഞ്ഞേ? ഒന്നുമില്ലാന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, നിനക്ക് അസൂയാന്നറിയാം. നിന്റെ ഭാര്യ നടത്തുന്ന പോലെ ഒരു തുക്കടാച്ചി പൂക്കടയൊന്നുമല്ലത്. ഇത് ചന്ദ്രമതി ബ്യൂട്ടി വേൾഡാന്ന് പറയണം. ആ പേര് തന്നെ എന്തൊരു ഐശ്വര്യമാണെന്നറിയാവോ. അതുകൊണ്ട് നല്ല അവിടെ ആണെങ്കിൽ നല്ല കടയാണ് താനും. അതുകൊണ്ട് ആ രീതിയിലുള്ള വരുമാനം അവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് പറയണം. സച്ചി മനസ്സിൽ പറഞ്ഞു, കിട്ടി തന്നെ എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, മോള് ക്ഷീണിച്ചു വന്നല്ലേ, മോൾക്ക് അതുകൊണ്ട് ഞാൻ ജ്യൂസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ജ്യൂസ് കുടിച്ചിട്ട് മോള് പോയി വിശ്രമിച്ചോളാൻ പറയണം. ഇത് പറഞ്ഞു കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ചെല്ല് ജ്യൂസൊക്കെ നന്നായിട്ട് കുടിക്കാൻ പറയണം. ഈ സമയം ശ്രുതിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി. സച്ചി വന്നപ്പോൾ തൊട്ട് തന്നെ കളിയാക്കുന്ന പോലെ ഒരു തോന്നൽ മനസ്സിലേക്ക് വരുവാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ്. പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു, അച്ഛാ നമുക്കിത് എല്ലാവരോടും പറഞ്ഞാലോ നിൽക്കാം. വേണ്ട മോനെ. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? ഇത് പറയുന്നതുകൊണ്ട് നമുക്ക് എന്തിനും പ്രത്യേക ലാഭം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അതിനു വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം ഈ സത്യം കൂടെ മൂടി വെച്ചാൽ മതി എന്ന് പറയാം. അതെങ്ങനെ ശരിയാകും വെച്ചാ? തൽക്കാലത്തേക്ക് ആരോടും പറയാനായിട്ടൊന്നും പോകണ്ടെന്ന് പറയാം. എന്നാലും അവൾ ചെയ്യുന്ന കള്ളത്തരം കണ്ടില്ലേ? എന്നിട്ട് യാതൊരു ഉടുപ്പില്ലാതെ വന്ന് കയറിയേക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കാം. വേണ്ട പോട്ടെ, നീ അറിഞ്ഞ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ മാത്രം വെച്ചാൽ മതി. ആരോടും തുറന്നു പറയാനൊന്നും പോണ്ട. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം അത് വലിയ പ്രശ്നമായി തീരും. വെറുതെ എന്തിനാ ജീവിതം നമ്മളായിട്ട് തല്ലിക്കിടത്തെന്ന് ചോദിക്കുക. അത് ശരിയാച്ചാ, പക്ഷേ എങ്കിൽ എനിക്കെന്തോ അത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പറയണം. ഒരു വ്യക്തി രവീന്ദ്രൻ സച്ചിനെ പിടിച്ചു നിർത്തുക. രവീന്ദ്രൻ പറഞ്ഞു, എത്രയാന്ന് വെച്ചാലും സത്യം എല്ലാ കാലത്തും നമുക്ക് മൂടി വെക്കാനായിട്ട് പറ്റില്ല. അറിയാലോ, എപ്പോഴെങ്കിലും അതൊക്കെ പുറത്തു വരും. അതുപോലെ തന്നെ ഒരു കള്ളം, ഒത്തിരി നാളൊന്നും കള്ളം പറഞ്ഞ് ആർക്കും പിടിച്ചേക്കാനായിട്ട് പറ്റില്ല. എപ്പോഴെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. വരുമ്പം വരട്ടെ, നീ ആയിട്ട് ഒന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. പിന്നെ ഈ രഹസ്യം നമ്മുടെ രണ്ടുപേരുടെ മനസ്സിലിരുന്നാൽ മതി. ആരോടും നീ പറയണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ശരിയെന്ന് പറയണം. സച്ചിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേലും അച്ഛൻ പറഞ്ഞാണല്ലോ എന്ന് ഓർത്തിട്ട് സച്ചി അതിനങ്ങോട്ട് സമ്മതിക്കുകയോ ചെയ്യുന്നേ. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ രേവതി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി അവിടെ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രേവതി ദോശ ഉണ്ടാക്കി സച്ചിക്ക് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു, അച്ഛൻ എന്താ ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതാ ഡൈനിങ് ടേബിൾ വെച്ചപ്പോൾ ഞാൻ എടുക്കില്ലെന്ന് ചോദിക്കാം. അതിനെന്താ മോളെ, ഒരു ഗ്ലാസ് എടുത്തോണ്ട് വന്ന് ഓർത്തോണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് സച്ചി ചോദിച്ചു, അച്ഛൻ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാം. ഞാൻ കഴിച്ചു, 2 ദോശ കഴിച്ചെന്ന് പറയണം. 2 അതെന്താ വെച്ചാൽ അത്ര മതിയായിരുന്നോ? എടാ മോനെ, 2 തന്നെ ധാരാളമാ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് കൊഴുപ്പ് കൂടുമെന്ന് പറയണം. അയ്യോ, അപ്പം ഞാൻ 5 കഴിച്ചല്ലോ, അപ്പൊ പ്രശ്നമാകുമോ? നിന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല, നീ അധ്വാനിക്കുന്നവനല്ലേ. പക്ഷെ അതുപോലെയല്ല ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ, അപ്പൊ അതുകൊണ്ട് പ്രശ്നമാവും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അപ്പൊ അങ്ങനെയാണല്ലേ, എന്നാലും ഞാൻ ഈ ഫുഡ് കഴിക്കാൻ കുറയ്ക്കാൻ പോവാന്ന് പറയണം. ആ സമയത്ത് രവീന്ദ്രന്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അവിടെ കിടന്ന് കഴിക്കുന്നുണ്ടോ. നീ എന്താടാ ഇവിടെ? മനസ്സിലായില്ല, ഞാൻ ഫുഡ് കഴിക്കാം. അടുക്കളയിൽ ഇരുന്ന് എന്താ കഴിക്കാന്ന് കാരണം എന്താന്ന് ചോദിച്ചേ. നിനക്ക് ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കാലോ. ഓഹോ, ഇപ്പൊ ഭാര്യ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടോ എന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി തരുന്നൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കുന്നുള്ളത് തന്നെ തരുന്നുള്ളതെന്ന് പറയാം. ആർക്കറിയാം അങ്ങനെയാണോന്ന്? പറയാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അമ്മേ ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല സച്ചിയേട്ടനെന്ന് പറയാണ്. പിന്നീട് രേവതി ഒരു ദിവസം കൂടെ കഴിക്കാൻ പറയണം. അയ്യോ വേണ്ടായേ, ഇനി അത് മതി, അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം ചന്ദ്രമതി, നീ എന്ത് കണ്ടോണ്ടിരിക്കുക? പെട്ടെന്ന് തന്നെ ഫുഡ് കാലമാക്കുക. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി, എല്ലാവർക്കും ഓഫീസിലേക്കൊക്കെ പോകണ്ടെന്ന് പറയണം. ആ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധി വന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അമ്മ ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഫുഡ് എടുക്കുക, എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ സമയമായെന്ന് പറയാണ്. ഈ സമയം സച്ചി വന്നിട്ട് പറഞ്ഞു, പിന്നെ പെട്ടെന്ന് അങ്ങ് എടുത്തു കൊടുക്കുക, അവൻ പോട്ടെ. അവൻ അലക്കി തേച്ച പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ആ പാർക്കിൽ പോയി കുത്തിയിരിക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കുക. എന്നിട്ട് ഇന്റർവ്യൂ എന്നൊരു പേരും നാളെ ഉണ്ടോടെന്നൊക്കെ ചോദിച്ച് കളിയാക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. സുധി പറഞ്ഞ, സച്ചി നീ എന്നെ ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയണം. കളിയാക്കിയാൽ എന്താ കുഴപ്പമിരിക്കണേ എന്ന് ചോദിക്കുവാണ് സച്ചി. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, അമ്മേ എപ്പം നോക്കിയാലും ഈ സച്ചി ഉണ്ടല്ലോ സുധീനെ കുറ്റപ്പെടുത്തുക, കളിയാക്കി സംസാരിക്കുക, അതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. മോളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവന്റെ സ്വഭാവം അറിയാലോ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മോൾ അത് കാര്യമായിട്ടൊന്നും എടുക്കണമെന്ന് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സമയത്തും കേട്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, വേണ്ട കേട്ടിരിക്കണ്ട, അതെ എപ്പോഴും എനിക്കിങ്ങനെ മുഖവും വീർപ്പിച്ച് നടക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കൂളായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, എന്റെ ദൈവമേ, ഇവനെ കൊണ്ടൊക്കെ മനുഷ്യൻ മടുത്തു പോകണല്ലോ എന്ന് പറയാണ്. ആ സമയം സച്ചി പറഞ്ഞു, പിന്നെ മടുത്തു പോകുള്ളൂ പോലും, ഞാൻ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും രേവതി വന്നിട്ട് പറഞ്ഞു, സച്ചിയേട്ടാ മതി പറഞ്ഞ്, സച്ചിയേട്ടൻ ഇനി
വണ്ടി ഓടിക്കാൻ പോകാൻ നോക്ക്, വെറുതെ എന്തിനാ വീട്ടിൽ കിടന്ന് അലമ്പും വഴക്കുണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. കാരണം രേവതിക്ക് ഇഷ്ടമില്ല സച്ചിനെ ആരെങ്കിലും എന്തെങ്കിലും പറയണേ. കാരണം ഇനിയിപ്പം സച്ചി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഇവിടെ കിടന്ന് ഓരോന്നോരോന്ന് കുത്തി കുത്തി പറയാൻ തുടങ്ങും. അതറിയാവുന്നതുകൊണ്ടാണ് സച്ചിനെ എത്രയും പെട്ടെന്ന് നടന്ന് പറഞ്ഞു വിടാനായിട്ട് രേവതി ശ്രമിക്കുന്നതന്നെ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ, എപ്പം നോക്കിയാലും സച്ചിക്ക് ശ്രുതിനെ കുറ്റം പറയാനും സമയമുള്ളെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ സച്ചി തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ല കുറ്റം പറയുന്നതിനാണോ കുഴപ്പം, അവൻ ചെയ്യുന്നതിനല്ലേ. ഇത്രയും ദിവസമായി ഇതുവരെയായിട്ടൊരു ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു ജോലി തരപ്പെടുത്താൻ അവന് കഴിഞ്ഞു ഇല്ലല്ലോ. നാക്കും കൊണ്ട് പറയുമ്പോൾ എല്ലാവർക്കും പറ്റും. കുറെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു കാര്യമൊന്നുമില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, എനിക്കും കിട്ടൂടെ ഒരു ദിവസം ഒരു ജോലി എന്ന് പറയാം. ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു, അതെ അവനും കിട്ടും നല്ലൊരു ജോലി, നിനക്ക് അസൂയ കാണുമല്ലേ നീ അവനോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എനിക്ക് അസൂയ, നല്ല കഥയായിപ്പോയി, ഞാനെന്തിനാ അസൂയപ്പെടുന്നേ, എനിക്ക് ആരോടും അസൂയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ്. ആ സമയത്താണ് തുണി അയൺ ചെയ്തുകൊണ്ട് അവിടുത്തെ തുണി അയൺ ചെയ്യുന്ന കടയിലെ പയ്യൻ അങ്ങോട്ടേക്ക് വന്നേ. അവൻ വന്നിട്ട് സച്ചിയോട് പറഞ്ഞു, ചേട്ടാ ഇത് അയൺ ചെയ്യുന്ന ഡ്രസ്സാന്ന് പറയണം, 350 രൂപയെന്ന് പറയണം. 350 രൂപയോ? പെട്ടെന്ന് രേവതി ചോദിച്ചു, നീ എന്തെങ്കിലും അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിക്കും. ഇല്ല സച്ചേട്ടാ, ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന എവിടെ നിന്നാ ഞാൻ അയൺ ചെയ്യുന്നത്, പിന്നെ വീട്ടിലെ സ്വന്തം വീട്ടിലേക്കായാലും പോകുമ്പോൾ ഒരു നല്ല സാരി ഉടുത്താലായി. പിന്നീട് രവീന്ദ്രനോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയണം. അപ്പൊ സച്ചി നോക്കി, പിന്നെ ആരുടെ തുണിയാ ഞാൻ നോക്കണം. അപ്പോഴേക്ക് സുധി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ദിവ്യന്റെ ആയിരിക്കും എന്ന് പറയണം. അവസാനം സുധി സമ്മതിക്കുകയാണ് സുധിയുടെ തുണിയാന്നുള്ള കാര്യം. ഇത് കേട്ടതിന് സച്ചി പറഞ്ഞു, ഓഹോ അപ്പൊ ആശാൻ രാവിലെ അലക്കി തേച്ച് വെടുപ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാ, പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങാനായിട്ടില്ല, കൊള്ളാലോ. എന്നിട്ട് 350 രൂപയെ. ഇത് കേട്ടപ്പോ ചന്ദ്രമതിന് എന്താ കുഴപ്പമിരിക്കുന്നത്, എന്റെ മോനെ 350 രൂപ തേച്ച നിർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇതോടൊപ്പം സച്ചി പറഞ്ഞു, തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പൈസ അവൻ തന്നെ കൊടുക്കട്ടെ എന്ന് പറയാണ്. അവൻ തന്നെ കൊടുക്കാനാ, പിന്നെ അല്ലാതെ അവന്റെ തുണിയല്ലേ തേക്കുന്നേ, അപ്പൊ പിന്നെ അവൻ വേണ്ട പൈസ കൊടുക്കാന്, അല്ലാതെ നാട്ടുകാരും വീട്ടുകാരും ഒന്നും അല്ലോ കൊടുക്കണ്ടേ, അവൻ തന്നെ കൊടുക്കട്ടെ എന്ന് പറയാണ്. അല്ലെങ്കിൽ അവന്റെ ഭാര്യ ഈ കാര്യങ്ങളൊക്കെ അവന് ചെയ്തു കൊടുക്കണം, തുണിയൊക്കെ അയൺ ചെയ്ത് കൊടുക്കണം. അത് പറ്റാത്തടത്തോളം കാലം അവൻ തന്നെ പൈസ കൊടുക്കണമെന്ന് പറയാം. ശ്രുതി പെട്ടെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയണം. പിന്നെ നല്ല കൂത്തായി, പിന്നെ എന്തിനാടാ നീ അലക്കി തേക്കാനൊക്കെ കൊടുത്തേ, അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓർക്കേണ്ട കാര്യമില്ലായിരുന്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീനെ അവിടെ ഇട്ട് വലിച്ചു കീറുവാണ് സച്ചി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.